ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് ആൻഡ് റാലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വിനെഗർ റോക്കറ്റാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ സിമ്പിളായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റോക്കറ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് വിനെഗർ കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റോക്കറ്റാണ്. ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിലും ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ട് പോകാം. നമ്മുടെ വിനിഗർ റോക്കറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങളാണ് ഒരു കുപ്പി വിനിഗർ, ഒരു എം ടി ബോട്ടിൽ, ഒരു ടിഷ്യൂ പേപ്പർ, അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡ. ആദ്യം തന്നെ നമ്മുടെ ആ ഒരു എം ടി ബോട്ടിൽ എടുക്കുന്നു, എന്നിട്ട് അതിനുള്ളിലേക്ക് നമ്മുടെ വിനിഗർ ഒഴിച്ചു കൊടുക്കുന്നു. വിനിഗർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ആ ഒരു കുപ്പിയുടെ ഏകദേശം 1/4 പോർഷൻ വരെ നമുക്ക് വിനിഗർ മതിയാവും. പിന്നീട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒരിക്കലും വെള്ളം ഒഴിച്ച് നിങ്ങളുടെ ഈ ഒരു വിനിഗർ ഡയലൂട്ട് ചെയ്യാൻ പാടില്ല. ഡയലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് നല്ല രീതിയിലൊന്ന് നിവർത്തി വെക്കുക. ഇതിനുള്ളിലേക്കാണ് നമ്മൾ ബേക്കിംഗ് സോഡ നിറയ്ക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഈ കാണുന്നതെന്ന് പറയുന്നത് ഒരു വുഡൻ കോർക്കാണ്. ഈ ഒരു കോർക്ക് നമ്മൾ തന്നെ നിർമ്മിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷട്ടിലിൻ്റെ കോർക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് നമുക്ക് അവസാനം കാണാം. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ബേക്കിംഗ് സോഡ ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ വേണം നിങ്ങളും ചെയ്യാൻ. അതായത് കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കാണിക്കുന്നത് പോലെ തന്നെ മുകളിലേക്ക് ആ ഒരു പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മറ്റേ എൻഡ് നമ്മൾ ഇതേപോലെ ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ബേക്കിംഗ് സോഡ കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുകയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബേക്കിംഗ് സോഡ ആ ഒരു വിനീഗറിനുള്ളിൽ വീണതിന് ശേഷം പെട്ടെന്ന് റിയാക്ഷൻ നടന്ന് നമുക്കൊരു റിസൾട്ട് കിട്ടാതായി പോകും. അപ്പോൾ നമ്മൾ അത് ലീക്കാവാത്ത രീതിയിൽ കറക്റ്റ് ഇതേപോലെ തന്നെ വേണം നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന പോർഷൻ വെളിയിലേക്ക് എടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു കോർക്ക് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. ഇതിനാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു കോർക്ക് വേണമെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷട്ടിലിൻ്റെ കോർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായിരിക്കും കൂടുതൽ ബെറ്റർ. ഇനി നമ്മുടെ ഈ ഒരു വിനിഗർ റോക്കറ്റ് കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും വീട്ടിലും വെറുതെ ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ നമ്മളെ ഈ വീഡിയോ കണ്ടാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ ബെല്ലൈക്കൺ എനേബിൾ വെച്ചേക്കാം. ഫ്രണ്ട്സ് അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അജ്മൽ സൈനിങ് ഔട്ട്.